ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബലൂണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എൻ്റെ അച്ഛൻ വന്നിട്ടാട്ടോ കേക്ക് മുറിക്കുന്നത്. അപ്പം അച്ഛൻ വരും കേട്ടോ ജോലി കഴിഞ്ഞിട്ട്. അപ്പോൾ കേക്ക് ഓർഡർ ചെയ്തിട്ടാട്ടോ വരിക. അപ്പം അച്ഛൻ്റെ കയ്യിൽ നിന്നാട്ടോ ഞങ്ങൾ എടുക്കുക. അപ്പോൾ അതിനായി നമ്മൾ ഗിഫ്റ്റ് ഉണ്ടാക്കേണ്ട എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ. നമുക്ക് ഇവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വെക്കാം. കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചു ഞാനത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് പറയാം. ഇപ്പം തന്നെ തൂങ്ങിയൊക്കെ വന്നില്ല അത്. ആദ്യം നമ്മളൊരു പ്ലെയിൻ പേപ്പർ എടുക്കുക, അതിൻ്റെ മടക്കുക. അത് കറക്റ്റ് അളവിൽ തന്നെ ഞാൻ കറക്റ്റ് അളവ് കണ്ടു. കറക്റ്റ് അളവിന് തന്നെ ഞാൻ ഇത് മുറിച്ചെടുത്തു. അതിന് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് കളയണം. അടുത്തത് നമ്മളിവിടെ സ്റ്റാപ്ലയർ വെച്ച് ടക്ക് 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 കണ്ടോ 3 എണ്ണം അടിക്കുക. നടുവിലൊന്ന് അടിക്കണം, ഈ സൈഡിൽ അടിക്കണം, ഈ സൈഡിൽ അടിക്കണം. അതിന് ശേഷം ഞാനൊരു മിഠായി വെച്ചിട്ടുണ്ട്. ഈ മിഠായി ഇവിടെ ചേർത്ത് വെച്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക 2 എണ്ണം. ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെയാവും, ഇതിങ്ങനെയാവും. പക്ഷെ ഇപ്പം തന്നെ കണ്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കണ്ടോ ഇവിടെ അടിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാട്ടോ ഇങ്ങനെ അടിച്ചു കൊടുത്താലും പോകും. അതുകൊണ്ട് ഞാൻ അടിച്ചു കൊടുക്കണില്ല തൽക്കാലത്തിന്. നമ്മളിപ്പോൾ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് എഴുതിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ അലോക് സി എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടോ, ഇത് ആദ്യം കലവില്ല എന്നാണ്. ഞാനത് അതേ കറക്റ്റ് അളവിൽ തന്നെ എടുത്തിട്ട് എഴുതിയതാട്ടോ. അപ്പം നമുക്കൊന്ന് മായ്ച്ചിട്ട് വൃത്തിയിൽ എഴുതാം അല്ലേ. ഞാൻ കാതാ പാതാന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് എഴുതി വയ്ക്കാം. നല്ല മൂപ്പൽപ്പുണ്ട്. ഡേ അലോക് സി, ഹാപ്പി ബർത്ത്ഡേ അലോക് സി. ക്യാമറയിൽ കാണാനുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് കാണാനുണ്ട്. നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലേ. എൻ്റെ അമ്മമ്മ അവിടെ നടന്നു പോകുന്നുണ്ട്. നമുക്കിതൊന്നും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അയ്യോ പണിയാവോ അറിയില്ല. നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ തന്നെ കൊടുക്കാം. അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇവിടെ കണ്ടോ. എന്നിട്ട് ഇവിടെ ഒന്ന് ഈ മിഠായി വെച്ചില്ലേ അതുപോലെ ഇവിടെ കൂട്ടി ചേർത്തിട്ട് നിങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുക. ഹാപ്പി ബർത്ത്ഡേ നിങ്ങളുടെ ആരാണ് അവിടെ താഴെ എഴുതുക. എന്നിട്ട് നമ്മൾ ഈ സാധനമില്ലേ ഇത് നമ്മളിവിടെ ചേർത്ത് പിടിച്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് എടുത്തിട്ടുണ്ട്. അതേ അളവ് തന്നെ അത് കട്ട് ചെയ്തെടുക്കണം. എനിക്ക് കോൾഡ് പിടിച്ചു കേട്ടോ. അയ്യോ. നമുക്ക് അടുത്തതായി സ്പൂണൊന്ന് ചെയ്ത് കൊടുക്കണം. സ്പൂണിന് എന്തെങ്കിലുമൊക്കെ വരയ്ക്കണ്ടേ. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാം. എല്ലാത്തിലും ഹാപ്പി ബർത്ത്ഡേ തന്നെയാണ്. നല്ല രസമായിക്കോട്ടെ. ഹാപ്പി ബർത്ത്ഡേ അല്ലേ. ഹാപ്പി HAPPY ഹാപ്പി ബർത്ത്ഡേ. VIRTH ബർത്ത്ഡേ DAY. അടുത്തത് ഹാപ്പി ബർത്ത്ഡേ. ഈ ലൈനിൽ എഴുത്. ഇവിടെ അലോക് സി എന്ന് എഴുതാം. ALOK പിന്നെ കുത്തിട്ട് സി. അലോക് സി പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാം. നല്ല കൊതു കേട്ടോ. അച്ഛൻ വന്നിട്ട് വേണം നമുക്ക് കേക്ക് മുറിക്കാൻ. അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കും കേട്ടോ. ഈ വീഡിയോയ്ക്ക് ഒരു 10K ലൈക്ക് വേണം കേട്ടോ. എനിക്കിതുവരെ 10K ഒന്നും അടിച്ചിട്ടില്ല. പക്ഷെ ചില വീഡിയോസിന് ഓരോത്തിന് ചിലതിനൊക്കെ 13K ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം.
അങ്ങനെ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ അലോക്സി. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് എഴുതി വയ്ക്കാം. ഇങ്ങോട്ട് തിരിക്കാം. റബ്ബർ എവിടെ? അയ്യോ, എൻ്റെ റബ്ബർ എവിടെ പോയി? റബ്ബർ എവിടെ അതാ അവിടെ കുഞ്ഞിക്കുട്ടൻ ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ BIRTHDAY ബർത്ത്ഡേ അലോക്. ALOKC അലോക്സി. ഇവിടെ ഓരോ ഡെക്കറേറ്റിങ് പിന്നെയും ചെയ്യണം നമുക്ക്. അതുപോലത്തെ ഡെക്കറേറ്റിംഗ് ഒന്നുമില്ല, വേറെ വേറെ കേട്ടോ. എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണണേ. എൻ്റെ വീഡിയോസ് പിന്നെ പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ഈ വീഡിയോ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ. കിട്ടാത്തവർ ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാത്തവർ എൻ്റെ പേര് പുണ്യം എന്നാണ്. പക്ഷെ യൂട്യൂബ് ചാനൽ ഇട്ടിങ്ങനെ പുണ്യമോൾ 207 അടിച്ചു നോക്കും കേട്ടോ. അപ്പം കിട്ടിക്കോളും. എന്നിട്ട് ഞാനൊരു ഇവിടെ ലവ് ചിഹ്നത്തിൻ്റെ ഒരു പൂവൊക്കെ വെച്ചിട്ട് കുറച്ച് ലവിൻ്റെ ചിഹ്നം വെച്ചിട്ട് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ബാഗ്, ഓറഞ്ച് ബാഗ് ഇട്ട് നിൽക്കണ ഒരു ഫോട്ടോ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അത് അമർത്തിയാൽ മതി, വേറൊരു ഫോട്ടോ അല്ല. നിങ്ങൾക്ക് അഥവാ അറിയില്ലെങ്കിൽ തന്നെ ഏതെങ്കിലും P ഇട്ടിട്ട് പുണ്യമോൾ 14207 അടിച്ചു വെക്കുക കേട്ടോ. എനിക്ക് അങ്ങോട്ട് കൊണ്ട് മാറി. നമുക്കിതൊന്ന് സ്റ്റാപ്ലർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. സ്പൂണ് പറ്റാൻ നോക്കി. ഓ, സ്പൂണ് പറ്റും ഗൈസ്. കണ്ടോ, മരത്തിൻ്റെ സ്പൂണാ. അടിച്ച് കയറ്റി. അപ്പം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ. ഇനി അടുത്ത് ഇവിടെ ഓരോ എഴുതണം. ഇവിടെയൊക്കെ കുറച്ച് ഡെക്കറേഷൻസ് ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഞാൻ സ്വാമിനാഥ വിദ്യാലയം ഡാറ്റ് ലാബ് സ്കൂളിലാട്ടോ പഠിക്കുന്നത്. എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ പേര് പറയാം. ശിവന്യ, റസാന, വേദിക. ഈ കൂട്ടുകാരി മാത്രം കേട്ടോ. ഫസ്റ്റ് 1ാം ക്ലാസ്സിൽ എനിക്ക് തന്മയുണ്ടായിരുന്നു. അവൾ പോയി. തൃശ്ശൂരാട്ടോ അവളുടെ വീട്. അതുകൊണ്ട് ഇവിടുന്ന് അത്ര ബസ്സില്ല. ആനക്കര കേട്ടോ. അവിടുന്ന് തൃശ്ശൂർ വേണ്ടേ പോണേ. അതുകൊണ്ട് അവളുടെ അമ്മയും അച്ഛനൊക്കെ കേട്ടോ കൊണ്ടാക്കണത്. എന്താ അവള് ഇവിടുന്ന് മാറി ചിന്മയ സ്കൂളിൽ മാറിക്കണം കേട്ടോ. എനിക്കറിയില്ല, അവളെ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞിരുന്നു എന്നോട്. സോറി, ചിന്മയല്ല, കാർമൽ സ്കൂളിലാട്ടോ ചേർന്നത്. അവള് ഇടയ്ക്കിടയ്ക്ക് മറക്കാണ്. ഞാൻ ഇപ്പം അവളെ വിളിക്കാറൊന്നുമില്ല. അവളുടെ നമ്പർ ഇപ്പോഴും ഉണ്ട്, എൻ്റെ അടുത്തുണ്ട്.
നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. ഇവിടെ ലവ് ഇട്ടിട്ടുണ്ട്, ഒരു ബലൂണിൻ്റെ ഉള്ളിൽ ഒന്ന് സ്റ്റാർ, ഒന്ന് ഓരോ ഷേപ്പുകളൊക്കെ ഉണ്ട്, ഒന്ന് പൂവിൻ്റെ ഷേപ്പ് ഉണ്ട്, അതുണ്ട്. നമുക്ക് ഷേപ്പുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നേരം പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്കൊന്ന് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പുറത്തെ പേജിൽ ഞാൻ ചെയ്യണ പോലെ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. ഇപ്പുറത്തെ ഭാഗത്തിൽ ഞാൻ വരച്ച ചിത്രം തന്നെ വരയ്ക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാം, വേണമെങ്കിൽ എൻ്റെ ചിത്രം വരയ്ക്കാം. നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. നിങ്ങളുടെ ഓണം എക്സാമൊക്കെ തുടങ്ങിയോ എന്ന കമൻറ്റിലൂടെ പറയണേ. അവരുടെ പേരും പറയണം. ഗൈസ്, നമുക്ക് ഇവിടെ കുറച്ച് ഫോട്ടോസ് എന്ന് പറയണ മാതിരി നമുക്ക് വരയ്ക്കാം. ഒരു ബ്രേക്ക് എടുക്കണം. ഫൈനൽ ലുക്ക് ഇതാട്ടോ. ഹാപ്പി ബർത്ത്ഡേ അലോക്സി. ഇവിടെ ഒരു വെള്ളം ഒഴുകി വരുന്നു. ഇവിടെ കുറേ ചെടികളും പിന്നെ പൂക്കളും. ഇതിൻ്റെ ഉള്ളിൽ ഇതാട്ടോ എൻ്റെ ഏട്ടൻ എന്ന് ഞാൻ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഇതാ. ഇത് തൊട്ട് ഫുള്ള് മേശ, ഇത് രണ്ടും ഗിഫ്റ്റ്, ഇത് കേക്ക് കേട്ടോ. കണ്ടോ, ഈ ഏര കൊടുത്തതാണ് എൻ്റെ ഏട്ടൻ അലോക്സി. അടുത്തത് കണ്ടോ, ഹാപ്പി ബർത്ത്ഡേ അലോക്സി. ഇവിടെ ഹാപ്പി ബർത്ത്ഡേ അലോക്സി. അപ്പോൾ ഞാൻ പഠിക്കാൻ പോവുക കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ബൈ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട്
വീണ്ടും വരാം. ആ കേക്ക് മുറിക്കേണ്ട വീഡിയോ ഞാൻ അടുത്തതിൽ വീഡിയോ എടുക്കാം കേട്ടോ. ഇപ്പം എനിക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ഈ ഫോൺ എടുക്കണം. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ ഇടാം. ബൈ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, കമൻറ്റ്.